ഇസ്രായേലിൽ വീണ്ടും ഭീകരാക്രമണം. ബത്തിയാമിലും ഹോലോണിലും നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് വൻ സ്ഫോടനം നടന്നത്. 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി. ഭീകരാക്രമണത്തിൽ ആളപായമില്ല. ഇസ്രായേൽ ബത്തിയാമിലും ഹൊലോണിലുമാണ് ഭീകരാക്രമണമുണ്ടായത്. നിർത്തിയിട്ടിരുന്ന 3 ബസ്സുകളിലാണ് വൻ സ്ഫോടനം നടന്നത്. 2 ബസ്സുകളിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതിരോധ സേന നിർവീര്യമാക്കി. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ നിർത്തിയിട്ട ബസ്സുകളിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ആളപായമില്ല. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. IED സ്ഫോടനമാണ് നടന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലെ ഭീകര സംഘടനകൾക്കെതിരെ നടപടി ആരംഭിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സംഭവം. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്നവരെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകി കഴിഞ്ഞു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ശക്തമായ പരിശോധന നടത്താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചിരുന്നു. വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ ഇതിനെ എതിർത്തിരുന്നതായും സൂചനകളുണ്ട്. മാറ്റിപ്പാർപ്പിക്കാനുള്ള തീരുമാനമാണ് പ്രകോപനത്തിന് കാരണമെന്നും കരുതപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.